മെയ് 2, 2011 ഒസാമ ബിൻ ലാഡനെ തൻ്റെ സ്വന്തം വീട്ടിൽ വെച്ച് അമേരിക്ക കൊലപ്പെടുത്തിയത്. അതിനുശേഷം പിന്നീടുള്ള 12 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ അമേരിക്കൻ ഗവൺമെൻറ്റും അമേരിക്കൻ ആർമിയും കൂടെ ചേർന്ന് ഒസാമ ബിൻ ലാഡൻ്റെ ബോഡി അറബിക്കടലിൽ കൊണ്ടുപോയി അടക്കുകയും ചെയ്തു. അതായത് സൗദി അറേബ്യയിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ 17ാമത്തെ കുട്ടിയായിട്ടാണ് ഒസാമ ബിൻ ലാഡൻ ജനിക്കുന്നത്. അപ്പോൾ ഇത്രമാത്രം ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിട്ട് ഒസാമ ബിൻ ലാഡൻ്റെ ബോഡി തൻ്റെ വീട്ടുകാരെ ഏൽപ്പിക്കാതെ എന്തുകൊണ്ടാണ് അമേരിക്കൻ ഗവൺമെൻറ്റും ആർമിയും കൂടെ ഇത്ര വാശി പിടിച്ച് അറബിക്കടലിൽ തന്നെ അടക്കിയത്? അത്രമാത്രം പക അമേരിക്കയ്ക്കും ഒസാമ ബിൻ ലാഡനും വരാൻ കാരണം എന്താണ്? അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോയിട്ട് കിടക്കാം. അപ്പോൾ ഒസാമ ബിൻ ലാഡൻ്റെ ബോഡി തൻ്റെ വീട്ടുകാരുടെ അടുത്ത് കൊടുക്കാതെ കടലിലടക്കിയതിന് 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒസാമയെ തൻ്റെ സ്വന്തം രാജ്യമായ സൗദി അറേബ്യയിൽ നിന്ന് തന്നെ ബാൻ ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലോട്ട് ഒസാമേൻ്റെ ബോഡി കൊണ്ടുപോകുന്നത് വളരെയധികം ചാൻസ് കുറവായിരുന്നു. അപ്പോൾ സൗദി അറേബ്യയിലെ ഇത്രമാത്രം കോടീശ്വര കുടുംബത്തിൽ ജനിച്ചിട്ടും എന്തുകൊണ്ടാണ് ഒസാമേനെ സൗദി അറേബ്യയിൽ നിന്ന് ബാൻ ചെയ്യപ്പെട്ടത്? അതായത് ആ കാലത്തെല്ലാം തന്നെ സൗദി ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വരികയാണെങ്കിലോ അല്ലെങ്കിൽ സൗദി ഗവൺമെൻറ് ട്രഷറിയിൽ തന്നെ പണം ഇല്ല എന്നൊരവസ്ഥ വരികയാണെങ്കിൽ ഒസാമയുടെ അച്ഛനായിരുന്നു ആ സമയത്ത് പണമെല്ലാം തന്നെ കൊടുത്ത് സഹായിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ സൗദി അറേബ്യ കാണാൻ വേണ്ടി പുറം രാജ്യത്തു നിന്നുള്ള രാജകുടുംബങ്ങളോ അല്ലെങ്കിൽ വല്ല മിനിസ്റ്റേഴ്സോ വരികയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിശ്വാസികൾ വരികയാണെങ്കിൽ ഒസാമയുടെ വീട്ടിലായിരുന്നു അവർക്ക് വേണ്ടിയ ഒരുക്കങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഫുഡെല്ലാം തന്നെ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒസാമയ്ക്കും അതുപോലെ തന്നെ ഒസാമയുടെ കുടുംബക്കാർക്കും ഗവൺമെൻറ് ഓഫീഷ്യലുമായിട്ട് നല്ല രീതിയിൽ തന്നെ ബന്ധമായിരുന്നു. പക്ഷേ ഒസാമ ഒരു തീവ്രവാദി ആയതുകൊണ്ട് തന്നെയാണ് ഒസാമേനെ സൗദി അറേബ്യയിൽ നിന്ന് തന്നെ ബാൻ ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒസാമ ബിൻ ലാഡന്റെ ഉമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കോളേജിൽ പോകുന്നോടം വരെ ഒസാമ വളരെയധികം നല്ല കുട്ടിയായിരുന്നു. പക്ഷേ കോളേജിൽ പോയി ജോയിൻ ചെയ്തപ്പോൾ അവിടെയുള്ള കുറേ തീവ്രവാദി സംഘടനകളെല്ലാം തന്നെ ഒസാമ ബിൻ ലാഡനെ അവരുടെ സംഘടനയിലോട്ട് വിളിക്കുകയും അതുപോലെ തന്നെ അവർ ഒസാമ ബിൻ ലാഡനെ ബ്രെയിൻ വാഷ് ചെയ്ത് ആ ഒരു സംഘടനയിലോട്ട് ചേർത്തിയതാണ് എന്നാണ് പറയുന്നത്. ഈ സംഘടനകളെല്ലാം തന്നെ ഒസാമ ബിൻ ലാഡനെ തീവ്രവാദി സംഘടനയിലോട്ട് ക്ഷണിക്കുന്ന ആ ഒരു കാലഘട്ടങ്ങളിലായിരുന്നു സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനെ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു അറ്റാക്ക് അവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയി തന്നെ മാറി. അതായത് ഒസാമേനെ അവർ പറഞ്ഞ് പിന്നെയും ബ്രെയിൻ വാഷ് ചെയ്തു. അതായത് ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനെ ഇവർ അറ്റാക്ക് ചെയ്യുന്നത്, അതോ വേറെ രാജ്യങ്ങളെയൊന്നും ഇവർ അറ്റാക്ക് ചെയ്യാത്ത കാരണവും ഇത് തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞ് ഇവർ ഒസാമ ബിൻ ലാഡനെ ഈ തീവ്രവാദി സംഘടനയിലോട്ട് വിളിച്ചു. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ ഒസാമയും വിചാരിക്കുന്നു ഇവർ പറയുന്ന ശരി എന്ന് പറഞ്ഞ് ഒസാമയും താൻ ഫുള്ളായിട്ടും ഒരു തീവ്രവാദി സംഘടനയിലോട്ട് ചേരുന്നു. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാന് തനിക്കാവുന്ന സഹായങ്ങളെല്ലാം കൊടുക്കണമെന്ന് കരുതുകയും അങ്ങനെയാണ് 1984 ഒസാമ ബിൻ ലാഡൻ പാകിസ്ഥാനിൽ പോയി പേഷ്വർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ട്രെയിനിങ് സെൻറ്റർ ഫോം ചെയ്യുകയും ചെയ്ത്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് സെൻറ്ററിലോട്ട് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ചെറുപ്രായമുള്ള പിള്ളേരെല്ലാം തന്നെ വോളണ്ടിയറായി കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ട്രെയിനിങ് എല്ലാം കൊടുക്കാൻ തുടങ്ങി. അതായത് അവർക്ക് വെപ്പൺസ് കൈയാളുന്ന പരിശീലനങ്ങളും അങ്ങനെ എല്ലാവിധ പരിശീലനങ്ങളും കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് 1988 ഒസാമ ബിൻ ലാഡന്റെ കീഴിൽ അൽ ഖ്വയ്ദ എന്ന് പറയുന്ന ഒരു തീവ്രവാദി സംഘടന തന്നെ ഫോം ആവുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അതായത് 1990കളിലായിരുന്നു ഇറാഖ് ചുറ്റുമുള്ള എണ്ണപ്പാടങ്ങളുള്ള രാജ്യങ്ങളെല്ലാം ഇൻവൈഡ് ചെയ്തുകൊണ്ടേ ഇരുന്നത്. അങ്ങനെയാണ് 1990 ഇറാന്റെ പ്രസിഡന്റായ സദാം ഹുസൈൻ്റെ ലീഡർഷിപ്പിൽ കുവൈറ്റിനെ 1990 ഇൻവൈഡ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് അടുത്ത ടാർഗറ്റ് സൗദി അറേബ്യ എന്ന് മനസ്സിലാക്കിയ ഒസാമ ബിൻ ലാഡൻ സൗദിയിലെ രാജാവിന് ഒരു കത്ത് എഴുതുന്നു. അതായത് സൗദിയിലുള്ള മക്കയും മദീനയും പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ സൗദി ഗവൺമെന്റ് തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ തൻ്റെ ഈ വോളണ്ടറി ഗ്രൂപ്പായ അൽ ഖ്വയ്ദ എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പിനെ കൊണ്ട് ഇറാഖിനെ അറ്റാക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ആ സമയത്ത് രാജാവിന് ഒരു കത്ത് എഴുതുന്നു. പക്ഷേ സൗദി രാജകുടുംബമാണെങ്കിൽ ആ ഒരു കത്തിനെ മൊത്തമായിട്ട് ചെയ്തിട്ട് അവർ അമേരിക്കൻ്റെ അടുത്ത് പോയിട്ട് സഹായം അഭ്യർത്ഥിച്ചു. അപ്പോൾ ഒസാമ ബിൻ ലാഡനെ തൻ്റെ കത്ത് റിജക്റ്റ് ചെയ്തതിനെക്കാട്ടിലും അധികം ദേഷ്യം വന്നത് അവർ അമേരിക്കൻ്റെ അടുത്ത് പോയിട്ട് അവർ സഹായം അഭ്യർത്ഥിച്ചതാണ്. കാരണം അമേരിക്ക തൻ്റെ വർഗത്തിന് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല, അവർ മുസ്ലിംസിനെ അടിച്ചാഴ്ത്തുക എന്ന് പറഞ്ഞ് ഒരു വിമർശനം അമേരിക്കൻ്റെ അടുത്ത് എപ്പോഴും ഒസാമ ബിൻ ലാഡൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അമേരിക്കൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെയുള്ള സഹായം അഭ്യർത്ഥിച്ചത് ഒസാമ ബിൻ ലാഡന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് ഇവർ തമ്മിൽ, അതായത് ഒസാമ ബിൻ ലാഡൻ വേഴ്സസ് അമേരിക്ക എന്ന് പറയുന്ന ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു യുദ്ധം തന്നെ അവിടെ ഫോം ആയത്. അപ്പോൾ ഇവർ പോയി അമേരിക്കൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ആവശ്യം അഭ്യർത്ഥിച്ചപ്പോഴും ഒസാമ ബിൻ ലാഡൻ സൗദിയിലുള്ള കുറേ ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ അഫ്ഗാനും പാകിസ്ഥാനിലുള്ള പല ചെറുപ്പക്കാരെയെല്ലാം തന്നെ തൻ്റെ ഈ വോളണ്ടറി ഗ്രൂപ്പിലോട്ട് ഇങ്ങനെ ചേർത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു.
ആ സമയത്ത് അവർക്ക് വേണ്ട പരിശീലനങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട വെപ്പൺസ് എല്ലാം തന്നെ താൻ സീക്രട്ട് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇറാനെ എതിർക്കാൻ കുറേയധികം ആൾക്കാരെ വേണമെന്ന് ഒസാമ ബിൻ ലാഡൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇസ്ലാമിക് റൂളായ ഫട്വ എന്ന് പറയുന്ന ഈ ഒരു റൂൾ അനുസരിച്ച് അദ്ദേഹം കുറേയധികം ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. അതായത് ഈ ഒരു കടമ കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിലോട്ട് ഫോം ചെയ്ത് നിങ്ങളുടെ സ്വന്തം രാജ്യത്തിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം കമ്മ്യൂണിറ്റീനെയും രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഫട്വ എന്ന് പറയുന്ന ഈ ഒരു പ്രചരണം എല്ലാവിധ ചെറുപ്പക്കാരുടെ അടുത്തും വിതയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വലിയ രീതിയിൽ തന്നെ ഹിറ്റായി. അതായത് അവിടെയുള്ള ചെറുപ്പക്കാരും അതുപോലെ തന്നെ മറ്റ് സംഘടനയിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ സംഘടനയിലോട്ട് വന്നു ചേരാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു പ്രവൃത്തി, അതായത് ചെറുപ്പക്കാരെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ തീവ്രവാദി സംഘടനയിലോട്ട് ചേർക്കുന്നത് സൗദി അറേബ്യയ്ക്ക് വളരെയധികം ദേഷ്യം വന്ന് സൗദി അറേബ്യ ഇദ്ദേഹത്തിന് എങ്ങോട്ടും പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു വിലക്ക് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹത്തിന് വേറെ വഴിയില്ലാതെ ഇദ്ദേഹം പറഞ്ഞു, അതായത് ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പാകിസ്ഥാനിലോട്ട് ആദ്യം ഫ്ലൈറ്റ് കയറി പോകുന്നു. അതിനുശേഷം പാകിസ്ഥാനിൽ നിന്ന് ഇദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് ഈ വന്ന ആൾക്കാരെയും അതുപോലെ തന്നെ കൂടുതൽ ചെറുപ്പക്കാരെല്ലാം ചേർത്ത് കൂടുതലായിട്ട് ട്രെയിനിങ് പ്രോസസ്സുകൾ കൊടുക്കാൻ തുടങ്ങി. പിന്നീട് ഇദ്ദേഹം സൗദി അറേബ്യയിലോട്ട് വീണ്ടും തിരിച്ചു വന്നിട്ടേ ഇല്ല. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹത്തിനോട് ദേഷ്യം വന്ന് സൗദി അറേബ്യ തന്നെ ഇദ്ദേഹത്തിനെ പലതവണ കൊല്ലാൻ തന്നെ ശ്രമിച്ചതാണ്. പക്ഷേ ആ ശ്രമങ്ങളെല്ലാം തന്നെ തോൽവിയിൽ ചെന്നിട്ടാണ് അവസാനിക്കുന്നത്. അങ്ങനെയാണ് അമേരിക്ക ഈ മിഷനറി ഏറ്റെടുക്കുകയും ഇദ്ദേഹത്തിനെ കൊലപ്പെടുത്തുകയും ചെയ്തത്. അപ്പോൾ ഇദ്ദേഹത്തിനെ കൊന്നതിന് ശേഷം സൗദി അറേബ്യയിലോട്ട് തന്നെ ഈ ബോഡി കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു തീരുമാനത്തിൽ എത്തുന്നു. പക്ഷേ സൗദി ഗവൺമെന്റ് ആ സമയത്ത് അവർ വേണ്ട എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തത്. അപ്പോൾ ഒസാമയുടെ ബോഡി റിസീവ് ചെയ്യാൻ വേണ്ടി പാകിസ്ഥാൻ തയ്യാറായിരുന്നു. പക്ഷെ പാകിസ്ഥാൻ്റെ അടുത്ത് ഒസാമ ബിൻ ലാഡന്റെ ബോഡി കൊടുക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ആദ്യം തന്നെ അമേരിക്ക എത്തിയതാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സദാം ഹുസൈൻ്റെ മരണത്തിൽ ചെയ്ത ഒരു വലിയൊരു പിഴവ് തന്നെയാണ്. അതായത് സദാം ഹുസൈനെയും ഇങ്ങനെ അമേരിക്ക കൊന്ന ആ ഒരു സമയത്ത് സദാം ഹുസൈനെ തൻ്റെ സ്വന്തം രാജ്യത്തിലോട്ടായിരുന്നു കൊടുത്തത്. അപ്പോൾ ആ ഒരു സമയത്ത് സദാം ഹുസൈനെ കൊണ്ടുപോയി അടക്കിയ ഒരു സ്ഥലത്ത് സദാം ഹുസൈൻ്റെ സപ്പോർട്ടേഴ്സ് എല്ലാം ചേർന്ന് അവിടെ ഒരു പള്ളി ക്രിയേറ്റ് ചെയ്യും. ആ ഒരു പള്ളിയിലോട്ട് ഇന്നൊരു പുണ്യ സ്ഥലമായി കരുതപ്പെട്ട് അതിലോട്ട് ആൾക്കാരെല്ലാം ഇന്നും പോയി വരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ മറ്റു കുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റ് യങ്സ്റ്റേഴ്സിനെല്ലാം തന്നെ തീവ്രവാദി സംഘടനയിലോട്ട് ചേരാൻ കൂടുതലും ഒരു പ്രതീക്ഷ നൽകുന്നതും അതുപോലെ തന്നെ കൂടുതലും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി മാറും എന്ന് പ്രതീക്ഷ കൊണ്ട് തന്നെ ഒസാമ ബിൻ ലാഡന്റെ മരണത്തിൽ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ ഒസാമ ബിൻ ലാഡന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ലോകത്ത് ഒന്നും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് അവർ പാകിസ്ഥാൻ്റെ അടുത്ത് കൊടുക്കാതിരുന്നത്. അതായത് പാകിസ്ഥാൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പള്ളി ക്രിയേറ്റ് ചെയ്യും എന്ന് അമേരിക്ക ഉറച്ചു വിശ്വസിച്ച കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ഈ ഒസാമ ബിൻ ലാഡനെ പല സ്ഥലത്ത് വെച്ചിട്ടും സീക്രട്ടായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഒസാമയെ ഒരു ഹീറോ ആയിട്ടാണ് കരുതുന്നത് എന്ന് പല സീക്രട്ടായ ഇൻ്റർവ്യൂകളിലും അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ അദ്ദേഹം ഒസാമയ്ക്ക് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കും എന്നുള്ളതിൽ ഒരു സംശയവും അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഒസാമയെ അവർ പാകിസ്ഥാൻ്റെ അടുത്ത് കൊടുക്കാതിരുന്നത്. ഇനി മൂന്നാമത്തെ കാരണം, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബോഡി കടലിലടക്കേണ്ട മൂന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക് റൂൾ അനുസരിച്ച് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കത്തിക്കാൻ പാടില്ല. അതായത് കത്തിക്കുന്നത് തന്നെ വലിയൊരു പാപമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ വീണ്ടും കടലിലടക്കി കഴിഞ്ഞാൽ അതായത് സദാം ഹുസൈൻ്റെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് പറ്റിയ ആ ഒരു അബദ്ധം ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും പറ്റുമെന്ന് അമേരിക്ക ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതായത് ഇദ്ദേഹത്തിന് വേണ്ടി ഒരു പുണ്യസ്ഥലം അവരെന്തായാലും നിർമ്മിക്കും എന്ന് അമേരിക്ക ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് ഈ ഭൂമിയിൽ ഒന്നും ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ബോഡി കടലിൽ കൊണ്ടുപോയി അടക്കുന്നത്. അതിനുശേഷം വീണ്ടും പല തീവ്രവാദികളെയും അമേരിക്കൻ ഗവൺമെൻറ് ഇങ്ങനെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം തന്നെ ഇങ്ങനെ കടലിൽ തന്നെയാണ് അടക്കിയത്. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹത്തിനെ കടലിലടക്കിയപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധമെല്ലാം ഉയർന്നിരുന്നു. പിന്നീടുള്ള തീവ്രവാദികളെല്ലാം കടലിലടക്കിയപ്പോൾ അമേരിക്ക അത് എങ്ങനെയാണ്, എവിടെയാണ്, എന്തെല്ലാം ചെയ്തു എന്നുള്ളൊരു കാര്യം ഒന്നും തന്നെ പുറത്തുവിട്ടില്ല. വെറും ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് പുറത്തുവിട്ടത്. അപ്പോൾ അമേരിക്ക ചെയ്ത് ഇതിൽ ശരിയായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.